ഹായ് ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1.25 കപ്പ് നേരിയ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ അരി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ അരി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ. ആ നെയ്യും ഇഞ്ചിയും ഒക്കെ കൂടി കലർന്നിട്ടുള്ള നല്ല ടേസ്റ്റാണ് ഇതിന് വരിക. ഇതേ സമയം തന്നെ നമ്മൾ ഈ ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് മാറ്റി വെക്കണം. അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ വറുത്ത് വെച്ച അരിയിലേക്ക് ഈ തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കാം. ചോറ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി മസാലയൊക്കെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഓരോന്നായി ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മുട്ടയിൽ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് അതേ നെയ്യിൽ അതേ പാനിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാം ചേർന്ന് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നുകൂടി ഒരു 5 മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അവസാനം 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് അവസാനം മല്ലിച്ചപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. എല്ലാ പൊടികളൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലാസ്റ്റ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ മസാലയും റെഡിയായി. ഇനി നമുക്ക് ഈ ചോറും മസാലയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ മസാല പ്രഷർ കുക്കറിലേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റി ചോറും മസാലയും കൂടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിയൊക്കെ ഫ്രൈ ചെയ്തിട്ടാണല്ലോ ചോറുണ്ടാക്കി എടുത്തത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യിലൊക്കെ വറുത്തെടുത്തിട്ടുണ്ടാക്കിയതുകൊണ്ട് ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. നമ്മൾ നല്ല പോലെ ഈ മസാലയൊക്കെ ആയി എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും കംപ്ലീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നല്ല പോലെ മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.